അപ്പോൾ ഓൾറെഡി സുപ്ര കോയിൻ്റെ ക്ലെയിമിങ്ങും കാര്യങ്ങളൊക്കെ വന്നിരുന്നു. 27-ാം തീയതി ലോഞ്ച് ചെയ്തു. ഓൾറെഡി ഞാൻ ഇതിൻ്റെ വീഡിയോ ഇട്ടതെന്ന് വെച്ചാൽ 2023 തന്നെ. അന്നാണ് ഞാനിത് ജോയിൻ ചെയ്തതും. അതിനുശേഷം ആണെങ്കിൽ തന്നെ ഇപ്പോൾ 1.5 വർഷം കഴിഞ്ഞു ഇത് സംഭവങ്ങളാവാൻ വേണ്ടി. സുയിയൊക്കെ വന്നില്ലേ, സുയി വന്ന ടൈമിൽ തന്നെയാണ് ഇവരുടെ ആ ഒരു കാര്യങ്ങളിലോട്ട് നമ്മളും പോയത്. ഇപ്പം ഇവർ ഈ പറയുന്ന പോലെ നമ്മൾ പ്രതീക്ഷ പോലൊന്നും വലിയ രീതിയിൽ പ്രോഫിറ്റൊന്നും കിട്ടിയില്ല. ഇപ്പോൾ ഇവർ 10 ബില്യൺ സപ്ലൈയിൽ നിന്ന് 100 ബില്യൺ ആക്കിയപ്പോഴത്തേക്ക് നമുക്കുള്ള എമൗണ്ട് ഒരു സീറോയുടെ കൂടി. അപ്പം 10,600 സുപ്രയാണ് എനിക്കുള്ളത്. അതിലെനിക്ക് 1,060 സുപ്ര കിട്ടി. അതിന് ഏകദേശം $9-10 വാല്യൂ ഉള്ളപ്പോൾ നമ്മൾ കൊടുത്തതെന്ന് വെച്ചാൽ ബാക്കി അത്രയും വെസ്റ്റിങ്ങിലുണ്ട്. അപ്പോൾ ഇതൊരു 15 മാസത്തെ വെസ്റ്റിംഗ് ആണ്, 30 മാസത്തെ വെസ്റ്റിങ്ങും ഉണ്ട്. 30 മാസം ആകുമ്പോഴത്തേക്കും മാസം 5% 10% കൂടി ഇങ്ങനെ അൺലോക്ക് ആയിക്കൊണ്ടിരിക്കും. ഇതെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ 15 മാസം കഴിഞ്ഞ് എൻ്റെ ബാക്കിയുള്ളതുള്ളൂ. അപ്പോൾ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പം സ്റ്റാർക്ക് വാലറ്റാണ് ഇത്, മിസ്സസ് ബ്രൗസറാണ്. അപ്പം ഇത് ഓൾറെഡി വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, ഒരു ഡംപ് വരുന്നുണ്ട്. ഏകദേശം ഇതിപ്പോൾ $89.75 ഉണ്ട്. 9,556 ടോക്കൺ ഓൾറെഡി ഉണ്ട്. ഓക്കെ, അപ്പം ഇത് ഓൾറെഡി ഞാൻ ഇന്നലെ ഇതിനകത്തോട്ട് കുറച്ച് സുപ്ര ഇതിലോട്ട് ഇങ്ങോട്ട് ക്ലെയിം ചെയ്തിരുന്നു. എന്ന് വെച്ചാൽ ഇതിലോട്ട് റിസീവ് ആക്കിയിരുന്നു, അങ്ങോട്ട് നമുക്ക് വിഡ്രോ ചെയ്യാൻ. ആ ഒരു ക്ലെയിം ചെയ്ത 1061 നമ്മൾ ഇത് ചെയ്തിട്ടുണ്ട്. ബാക്കി ഞാൻ ഇത്രയും വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഒരു ഫീ വേണമെങ്കിൽ, ഇനി ഫീ വരത്തില്ല. എന്ന് വെച്ചാൽ ഈ ഒരു സംഭവം ഒരു 15 മാസം കഴിയുമ്പോൾ ഈ ഒരു 9,555 സുപ്ര ഓൾറെഡി അൺലോക്ക് ആകുമ്പോൾ തന്നെ ഞാൻ എപ്പോഴും ഒരു 50% കൊടുക്കാൻ മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. എന്ന് വെച്ചാൽ ഇതൊരു പുതിയ പ്രോജക്റ്റാണ്, ലെയർ 1 പ്രോജക്റ്റാണ്. അപ്പോൾ ബാക്കി കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പം പുതിയൊരു പ്രോജക്റ്റ് വരുമ്പോഴത്തേക്ക് ഇത് ഓൾറെഡി ഇതിൻ്റെ ഒരു നെഗറ്റീവ് എന്ന് വെച്ചാൽ ആ ഒരു സപ്ലൈ അവർ ഇൻക്രീസ് ചെയ്താണ്. ഏകദേശം സുയി ആയാലും ആർബിട്രോ ആയാലും സപ്ലൈ ഓൾറെഡി ഒരു മാക്സിമം ഒരു സപ്ലൈ വരുന്നത് എത്രയാണ് വരുന്നത്, ഒരു 10 ബില്യണൊക്കെ വരുന്നുള്ളൂ. അത്രയൊക്കെ വെച്ചാൽ മതിയായിരുന്നു. ഇതിപ്പോൾ ഇത്ര ഒരു സപ്ലൈ വെച്ചാണ് ഇതിൻ്റെ പ്രൈസ് വലിയ രീതിയിൽ മൂവ്മെൻറ്റ് ഉണ്ടാകാത്ത. അടുത്ത കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. സുപ്ര ഓൾറെഡി അതിൻ്റെ 2,841 സുപ്രയുടെ ഒരു ചെയിനാണത്. അപ്പോൾ മാർക്കറ്റ് ക്യാപ്പ് 57.8 മില്യൺ മാത്രമേ ഉള്ളൂ. 57.8 മില്യൺ. ഓക്കെ, മാർക്കറ്റ് ക്യാപ്പ് വളരെ കുറവാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ ലോഞ്ച് ആയതേ ഉള്ളൂ. അപ്പോൾ സപ്ലൈ ആണ്, ടോട്ടൽ സപ്ലൈ 100 ബില്യൺ സുപ്ര ഉണ്ട്. ഓക്കെ, മാക്സിമം സപ്ലൈ 100 ബില്യൺ. ഓക്കെ, ഇപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. വേറെ കാര്യങ്ങൾ. ഓക്കെ, മോർ ഇൻഫർമേഷൻ. അപ്പോൾ ആൾ ടൈം ഹൈ എന്ന് വെച്ചാൽ 0.016, അതായത് നവംബർ 27 വന്നപ്പം. ആൾ ടൈം ലോ എന്ന് വെച്ചാൽ അന്ന് തന്നെ ആയിരുന്നു, 0.0064 വന്നു. അപ്പം ഇവരുടെ ഒരു കോയിൻ്റെ നമുക്കൊരു പ്രൈസ് പ്രഡിക്ഷൻ എന്ന് വെച്ചാൽ ഈ ഒരു മാർക്കറ്റ് ക്യാപ്പ് ഇപ്പോൾ ഒരു 1 മില്യൺ മാർക്കറ്റ് ക്യാപ്പിലോട്ട് വന്നോട്ടെ. 1 മില്യൺ മാർക്കറ്റ് ക്യാപ്പിലോട്ട് വന്നാൽ തന്നെ ഇവിടെ നിന്നൊരു പ്രൈസ് നമുക്കൊരു 0.06 വരെയൊക്കെ, 6 അല്ലെ 0.08 വരെയൊക്കെ പ്രതീക്ഷിക്കാം. അപ്പോൾ മാർക്കറ്റ് ക്യാപ്പ് കൂടുന്തോറും ഇതിൻ്റെ ഡിമാൻഡുകൾ നല്ലതായിട്ട് കൂടണം. അപ്പം ഈ ഒരു സപ്ലൈയുടെ ഒരു വെച്ചുകൊണ്ട് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. ബിനാൻസ് പോലുള്ള എക്സ്ചേഞ്ചിലൂടെ ലിസ്റ്റ് ആയാലും അപ്പം കൂടുതൽ ഇപ്പം സുയി ആണെങ്കിലും നല്ല ഫാസ്റ്റാണ് അത് ചെയ്യാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു ഫാസ്റ്റ് തന്നെയാണ് ഈ സുപ്ര വരുന്നത്. അപ്പോൾ സുപ്ര എന്തൊക്കെയാലും എനിക്ക് ഭയങ്കരമായിട്ട് ഹോപ്പുണ്ട്. എന്തൊക്കെയാലും നമുക്കത് നഷ്ടമൊന്നും വരത്തില്ല. ഇനിയിപ്പം നമ്മൾ ഈ ഒരു 15 മാസം കഴിഞ്ഞാലും എന്തൊക്കെയായാലും ഇപ്പോൾ $90 ഉള്ള സുപ്ര ആയാലും ഒരു $150 അല്ലെങ്കിൽ $200 വാല്യൂ ആണ്. അതിലായാലും ഞാനത് പകുതിയെ കൊടുക്കത്തുള്ളൂ. ബാക്കിയുള്ളത് നമ്മൾ ലോങ് ടൈം അല്ലെ അതുകൊണ്ട് സ്റ്റേക്കോ അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ വരുമല്ലോ. ഇപ്പോൾ സുയി തന്നെ ആണെങ്കിലും ഒരുപാട് സംഭവങ്ങൾ വന്നില്ല. അപ്പോൾ അതിൽ സ്റ്റേക്ക് ചെയ്തവർക്ക് നല്ല രീതിയിൽ എമൗണ്ടൊക്കെ കൊടുത്തിരുന്നു. അപ്പോൾ നമ്മളൊക്കെ അത് മിസ്സാക്കി. എനിക്ക് കിട്ടിയിരുന്നു 1,500 സുയിയൊക്കെ. അത് കാര്യമില്ല പറഞ്ഞിട്ട്. നമ്മൾ അന്നത്തെ ഒരു കാശ് ആ ഒരു വാല്യൂണ് $1.5 ആ റേഞ്ചിൽ തന്നെ അന്ന് കൊടുത്തത്. ഇപ്പോൾ അത് $4 അടുപ്പിച്ചൊക്കെ വന്നു. പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ കൊടുത്തു. അപ്പം ഇതിപ്പോൾ നല്ലൊരു പ്രോജക്റ്റാണ്. ഇതിപ്പോൾ നിങ്ങളിപ്പം ഡംപ് കണ്ടെന്ന് വെച്ചാൽ വലിയ കാര്യമൊന്നുമില്ല. ഇതൊക്കെ നല്ല രീതിയിൽ മൂവ്മെൻ്റ് ആവും. എന്തൊക്കെയാലും ഞാൻ ഒരുപാട് പ്രതീക്ഷിക്കുന്ന ഒരു പ്രോജക്റ്റാണ്. ഇനി ഇവരിത് ബേണിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ തീരുമാനിച്ചാൽ അത്യാവശ്യം നല്ലതായിരിക്കും. ബേണിങ് ചെയ്താൽ അത്യാവശ്യം ഇതിൻ്റെ പ്രൈസിനൊരു മൂവ്മെൻ്റ് ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രൈസ് 0.05 അതിന് മുകളിലോട്ടാണ് ഉദ്ദേശിക്കുന്ന ഒരു പ്രൈസ്. ഇപ്പം ഇത്ര ഒരു മാർക്കറ്റ് ക്യാപ്പേ വന്നിട്ടുള്ളൂ, 57.08 എന്ന് വെച്ചാൽ 2000 കൂടുതൽ റാങ്കിങ് ആ ഒരു റേഞ്ചിലാണ് റാങ്കിങ്. അപ്പോൾ ഈ ഒരു മാർക്കറ്റ് ക്യാപ്പ് ഒരു 500 മില്യണെങ്കിലും ആയാൽ തന്നെ നമുക്ക് ഇതിൽ നിന്നൊരു പ്രൈസ് ഒരു മൂവ്മെൻ്റ് എന്ന് വെച്ചാൽ 0.02 വരെയെങ്കിലും എത്തും. അപ്പോൾ പിന്നെ 1 ബില്യണൊക്കെ ആകുമ്പോൾ നമുക്കൊരു മാക്സിമം ഒരു പ്രൈസ് എന്ന് വെച്ചാൽ $1 പോകത്തില്ല, എങ്കിലും നമുക്കൊരു മാക്സിമം ഒരു പ്രൈസ് 0.20 വരെയെങ്കിലും എത്തും. 20 സെൻറ്റെങ്കിലും എത്തും മാക്സിമം ഇതിൻ്റെ പ്രൈസ്. അപ്പോൾ ഇപ്പോഴും ഉടനെ എത്തുമെന്നല്ല പറയുന്നത്. ഇത് നല്ലൊരു ലോങ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റാണ്. അപ്പോൾ അതിൻ്റെ ആയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. അല്ലാതെ ഇപ്പോൾ നിങ്ങൾ സ്റ്റേക്കിങ് ഇതോട്ട് വെസ്റ്റിങ് ചെയ്തവരാണെങ്കിൽ അതൊന്നും പേടിക്കേണ്ട കാര്യമില്ല. എന്തൊക്കെയാലും നമുക്കത് എന്തായാലും ഒരു വാല്യൂ കിട്ടും. അതുകൊണ്ട് ഞാനിപ്പം വെസ്റ്റിങ് ഇട്ടാലും അന്ന് 50% നമ്മൾ കൊടുക്കുന്നുള്ളൂ. ബാക്കിയുള്ള 50% ലോങ്ങിലേക്ക് തന്നെ വീണ്ടും വെക്കുകയാണ്. എന്ന് വെച്ചാൽ ഈ ഒരു പ്രോജക്റ്റ് നമുക്കൊരു ഓപ്പുണ്ട്, അതുകൊണ്ട് മാത്രം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും ഒരു കൂടി നന്ദി, നമസ്കാരം.